സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ പാചകവാതകം ലഭിക്കാത്ത സാഹചര്യം അധ്യാപകരെയും അധികൃതരെയും വീണ്ടും വിറകടുപ്പുകളെ ആശ്രയിക്കാൻ നിർബന്ധിതരാക്കുന്നു. സിലിണ്ടറുകൾ കൃത്യസമയത്ത് ലഭിക്കാത്തതിനാൽ അടിയന്തര സംവിധാനമെന്ന നിലയിൽ പല സ്കൂളുകളിലും വിറകടുപ്പുകൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. പാചകവാതകം തീരുന്ന ഘട്ടങ്ങളിൽ പുതിയ സിലിണ്ടർ എത്തുന്നതുവരെ വിറകടുപ്പുകൾ ഉപയോഗിക്കണമെന്നും ഇതിനായി വിറക് ശേഖരിച്ചു വെക്കണമെന്നുമാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം. എന്നാൽ മഴക്കാലത്ത് വിറക് കൂനകൾക്കിടയിൽ പാമ്പുകൾ ഉൾപ്പെടെയുള്ള ജീവികൾ താവളമടിക്കുന്നത് കുട്ടികളുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. മുൻകാലങ്ങളിൽ വിറകടുപ്പുകൾ ഉപയോഗിച്ചിരുന്നപ്പോൾ ഒട്ടേറെ അപകടങ്ങൾ സ്കൂളുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വസ്ത്രത്തിൽ തീ പടർന്നതും പാചകത്തൊഴിലാളികൾക്ക് ഗുരുതര പരിക്കേറ്റതും അക്കാലത്തെ ഭീതിജനകമായ ഓർമ്മകളാണ്. ഭൂരിഭാഗം സ്കൂളുകളിലും പാചകവാതക കണക്ഷനുണ്ടെങ്കിലും പുതിയ സിലിണ്ടറുകൾ ലഭിക്കാൻ ദിവസങ്ങളോളം കാലതാമസം നേരിടുന്നു. വിറകിന്റെ വിലവർധന പാചകച്ചെലവും കൂട്ടുന്നുണ്ട്. തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്യുന്ന തങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുന്ന നടപടിയാണിതെന്ന് പാചകത്തൊഴിലാളി സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. പാചകവാതകം കൃത്യസമയത്ത് ലഭ്യമാക്കി വിറകടുപ്പുകൾ ഉപയോഗിക്കേണ്ട സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.